ഇജ്ജ് ടെൻഷൻ ആവല്ലേ, ഒക്കത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നല്ലേ അനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? അന്റെ കല്യാണക്കാരിയെ നമ്മള് ഇലക്കും മുള്ളിനും ഒന്നും കേടുപാടില്ലാണ്ട് കൊത്തിയ പാമ്പിനെ കൊണ്ടുതന്നെ വിഷർക്കിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ആന്റി എന്താ പറയണത്? ഇപ്പിന്ന് അവര് വീട്ടിൽ പോയിരുന്ന? ഓര് മാത്രല്ലടി, ഞാനും പോയിരുന്ന്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങോട്ട് പോന്നതാ. ഇമ്മിപ്പം കൂടി കടയിലും കൂടി കയറിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ. ഇപ്പൊ വരിയിരിക്കും. അല്ല ആന്റിയെ, അവർ ഈ കല്യാണം നടക്കൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ എൻ്റെ ഉപ്പാൻ എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ വലിയ കഥയാണ് മോളെ. ഞങ്ങൾ കുഞ്ഞോളോടൊക്കെ ആദ്യം പോയത്. കുഞ്ഞോളോടെ ചെന്നിട്ട് ഓലോടുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് എന്നോടേ റസിയെ വിളിച്ച് ഇടരം വരെ ഒന്ന് വരണം എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചില്ല നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും കല്യാണത്തിന് മുന്നേ എല്ലാരും പിന്നെയും കൂടി ഒന്നും കാണാനായല്ല. ഇനിയിപ്പോ കല്യാണത്തിനെ കാണാൻ പിരിഞ്ഞതല്ല അവിടുന്ന്. അല്ല, എന്തായി കുട്ടികളെ കല്യാണ ഒരുക്കങ്ങളൊക്കെ? പറച്ചലും വിളിക്കലൊക്കെ തുടങ്ങിയ? വിളിക്കാനും പറയാനൊക്കെ ഇനിയും സമയമുണ്ടല്ല. ഞങ്ങള് വലിയ ആർഭാടമില്ലാതെ നടത്തണം എന്നാണ് വിചാരിക്കണത്. അതല്ല തമാസ. ആകെയുള്ള ഒരു പെൺതരിയുടെ കല്യാണമായിട്ട് അത് ആർഭാടാക്കി നടത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് നടത്താനാണ്? എന്റെ കല്യാണം നാടും വീടും ഒക്കെ പറഞ്ഞ് വലുതാക്കി കഴിച്ചതല്ലേ അമ്മയ്യേ. പിന്നെ റിയമോൾക്കാണെങ്കിൽ അങ്ങനെ ആർഭാടായിട്ട് കല്യാണം നടത്തുന്നതോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഓളെന്നെ പറഞ്ഞത് ഒക്കെ സിമ്പിളായിട്ട് മതിയെന്ന്. അല്ല, ഒരു കണക്കിന് വെച്ച് നോക്കുകയാണെച്ചാലേ നാടും വീടും കൂട്ടും കൂടുമ്പോ അടക്കി കല്യാണം വിളിച്ചിട്ട് വെറുതെ തീറ്റിച്ച് ആ കുറ്റും കുറവും പറഞ്ഞും കൂടി കേൾപ്പിക്കാണ്ടേ കല്യാണ ചെലവാണ്ട് കുറച്ചിങ്ങാണ്ട് ആ പൈസ കൊണ്ട് പെണ്ണിന് 2-3 പാവം കൂടുതൽ എടുക്കുകയാണെച്ചാല് ഒരു കണക്കിന് അതന്നെ നല്ലത്. ഇല്ല സൽമോ? അതിന് ഞങ്ങള് റിയമോൾക്ക് സ്വർണം പണ്ടൊന്നും വാങ്ങണം കൊടുക്കണമൊന്നുമില്ല അമ്മയ്യേ. എന്താ പറഞ്ഞേ? സ്വർണം ഒന്നും വാങ്ങില്ല എന്നാ? അതെന്താ അങ്ങനെ? എന്റെ മോളെ ഓർമ്മ വെച്ച മുതല് പറയുന്നതാ. ഇപ്പ ശ്രീധന സ്വർണം അങ്ങനെ പൈസ ചെലവാക്കിയിട്ടുള്ള ആ ഇതില് ഉള്ള കല്യാണം എനിക്ക് നടത്തരുതിട്ടാ. അപ്പോ അവളെ ആഗ്രഹം എങ്ങനെ അതുപോലെ നീ നടത്താം എന്നാ ഞാൻ വിചാരിക്കണത്. അത് ശരി. അറിവും പക്വതും ഇല്ലാത്ത കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇജ അയിലും തൂങ്ങിക്കെടുക്ക ചങ്ങായി. ഇജ അയക്കും നന്ന്. അല്ലേലും സ്വന്തം പെങ്ങൾക്ക് 19 പവൻ കൊടുത്ത് കെട്ടിക്കാൻ പറ്റിയ അനക്ക് മകൾക്കൊന്നും കൊടുക്കാണ്ട് ഇറക്കിയിടുകയെന്നൊക്കെ പറഞ്ഞാല് അയക്കും വലിയ വസൽത്തരം വേറെ എന്താ ഉള്ളത്? ഇല്ല സൽമുവാ? അതിന് ഓള് സമ്മതിക്കേണ്ട അമ്മായിയെ. ഞങ്ങള് സ്വർണം കൊടുക്കാൻ റെഡിയാണെച്ചാലും ഓൾക്ക് അത് ഇടാൻ താല്പര്യം വേണ്ടേ? കല്യാണത്തിന് ഒരു തരി സ്വർണം ഇടാതെ പെണ്ണിറങ്ങുള്ളൂ എന്നുള്ളത് ഓൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആ ഒരു വാശിയിൽ തന്നെ ഓൾ അന്നും ഇന്നും. അതന്നെ നിങ്ങൾ ഈ ആലോചനയിട്ടേ പിന്നെയും വന്ന സമയത്തെ റിയ ഞങ്ങളോട് ആകെ ചോദിച്ച ആ ഒരൊറ്റ കാര്യമാണ്, നിങ്ങള് പണ്ട് മുതലൊന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോഴാ ഓള് ഈ പെണ്ണ് കാണലെന്ന് സമ്മതിച്ചത് തന്നെ. ഒന്നും ചോദിക്കാത്തയും പറയാത്ത ഒരു കുടുംബത്തിക്ക് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതേപോലത്തെ ഒരു കുടുംബം തന്നെ അല്ലേ നിങ്ങളെ അല്ല അമ്മയ്യ? അത് പിന്നെ പറയാണ്ട് കാക്ക. അങ്ങനെ ഒരു കാര്യമാണെച്ചാല് അമ്മായി ഇപ്പൊ നമ്മളെ കുടുംബത്തേക്ക് ആലോചനയായിട്ട് വരുവോ? അല്ല അമ്മായിയെ? അതല്ല അമ്മയ്യേ, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കറിയാല ജസിത്താത്താനെ കെട്ടിക്കൊണ്ടിരുമ്പോ കാക്കാക്ക് കിട്ടിയതൊക്കെ. അവിടെ പറയേ
ഇപ്പോഴല്ലേ അമ്മായിക്ക് കാര്യം കൂടിയിട്ടത്. ഇജി പറഞ്ഞു തരുന്നതേ പെണ്ണിന്റെ പേരേന്ന് നമ്മക്ക് കിട്ടാനുള്ള ശ്രീധനത്തിന്റെയും പണ്ടത്തിന്റെയും കാര്യാണാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ. കാര്യങ്ങള് നല്ലൊരു പുളിക്കൊമ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തന്നെ ഒരുങ്ങിയത്. കൊമ്പിന്റെ കാര്യത്തിലൊന്നും ഒരു ബേജാറും വേണ്ട. അങ്ങനെ ഇങ്ങനെയുള്ള ചുള്ളിക്കൊമ്പ് നോക്കിയിട്ടൊന്നോ അമ്മായി എനിക്കൊരു കാര്യം കൊണ്ടൂലെന്ന് എനിക്കറിയാലോ. പിന്നെ ഇജി പറഞ്ഞ പോലെ ഇപ്പത്തെ കാലത്തെ നമുക്ക് എത്ര പണ്ടം തരിക മുതല് തരിക എന്നൊക്കെ കേറിയിട്ട് ഒരു പെരക്കാരോട് അങ്ങനെ ചോദിക്കാൻ പറ്റൂല ചെക്ക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ കാരണം മതി നല്ലൊരു കാര്യം ഇല്ലാണ്ടാവാന്. അത് വേണം എനിക്ക്. പിന്നെപ്പോ എന്താ കിട്ടാന്ന് എങ്ങനെ അറിയാം? ചോദിക്കാണ്ടിരുന്നിട്ട് വെറും കൈയോടെ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ? 2 വർഷം പെണ്ണിനെ പഠിപ്പിക്കാനുള്ളതും കൂടി അതും കൂടി എന്റെ പെരടിയിലാവാൻ പാടില്ലേ? ആ കാര്യം ആലോചിച്ചിട്ടൊന്നു ഇജ് വേജാറാവണ്ടേ. ആരിസിന്റെ കല്യാണ സമയത്തെ ഓന്റെ പെണ്ണുങ്ങളെ കജ്ജിലും കാലിലും മേത്തൊക്കെ ആയിട്ട് 19 പവനാ കെട്ടിങ്ങാണ്ട് വന്നിരുന്നത്. അന്നത്തെ കല്യാണം തന്നെ എന്തോന്ന് പിടിച്ച കല്യാണം അറിയോ? അന്ന് ആ കാര്യങ്ങളൊക്കെ അത്ര ആർഭാടാക്കി ആക്കി വെച്ച തന്നെ ഈ പെണ്ണിന്റെ വാപ്പയാണ്. പെങ്ങക്ക് അന്നത്തെ സമയത്ത് 80 പവൻ കൊടുക്കാൻ പാകണ്ടെന്നുണ്ടെങ്കിൽ മകൾക്ക് ഇപ്പൊ ഒരു 100എങ്കിലും കൊടുക്കാണ്ടിരിക്കോ? അപ്പൊ 100 പവൻ കിട്ടുന്ന അമ്മായിക്ക് ഉറപ്പല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പവന്റെ വള ഞാൻ അമ്മായിക്ക് വാങ്ങിത്തരാം. അമ്മായി എന്താ ആലോചിക്കണത്? അല്ല, ഇനിയിപ്പൊ നിങ്ങക്ക് സ്വർണ്ണായിട്ട് കൊടുക്കാനും പൂതിയും കാര്യങ്ങളും ഇല്ലാച്ചാലേ, അല്ല ഇപ്പത്തെ കുട്ടികളല്ലേ ചിലവർക്കൊന്നും പണ്ടിട്ട് കെട്ടാനൊരു പൂതി ഉണ്ടാവൂല. അങ്ങനത്തെ കൂട്ടത്തിലൊക്കെയാണ് ഓടിച്ചാല് ഇന്നാ പിന്നെ നിങ്ങള് വല്ല മുതലായിട്ടാ തരും പറമ്പുമായിട്ടാ അങ്ങനെ എന്തെങ്കിലും ചെക്കന്റെ പേരിൽ കാണിച്ചു കൊടുത്താലും മതിയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അമ്മായി പറഞ്ഞതും പറയാത്തതും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മായി ഉദ്ദേശിക്കണ പോലെ പ്രിയമോൾക്ക് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള മുതലും കൊടുത്ത് കല്യാണം നടത്താന് ഞങ്ങൾ ആരും ഉദ്ദേശിക്കണില്ല. അതെന്ത് പറച്ചില്ല. ഇപ്പൊ അമ്മായി ഈ പറഞ്ഞ പണ്ടും മുതലൊക്കെ ആർക്ക് എപ്പ വേണമെങ്കിലും വിൽക്കാനും ചെലവാക്കാനും ഒക്കെ പറ്റണതല്ലേ. ഓൾക്കും ഓളെ കുടുംബത്തിനും ഓളെ കുട്ടികൾക്കൊക്കെ ഒരു കാലത്ത് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും ആർക്കും കട്ടുണ്ടാവാനും ഉടുത്തുണ്ടാവാനും പറ്റാത്തതുമായിട്ടുള്ള ഒരു മുതൽ മാത്രമേ ഞങ്ങളെ കുട്ടി ഞങ്ങളോട് ഇത്രയും കണ്ട കാലമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ ഒരു മുതലേ ഞങ്ങൾ ഓൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കണുള്ളൂ. അതെന്ത് മുതലെന്റെ സെൽമുവോ? ആവശ്യം നേരത്തെ വിൽക്കാനും പണയം വെക്കാനും കൂടി പറ്റാത്ത എന്ത് മുതലാപ്പ നിങ്ങൾ മകൾക്ക് വേണ്ടി കൊടുക്കാൻ പോണത്? ഇതല്ല കഥ. വിദ്യാഭ്യാസം എന്റെ കുട്ടി ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഞങ്ങൾ അവൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതും വിദ്യാഭ്യാസം. ഓലക്ക ഇജിങ്ങോട്ടൊന്ന് വന്ന റസിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞോളും താത്ത. അല്ലേലും ഇവരൊക്കെ പറഞ്ഞതന്നെ നിക്കും പറയാനുള്ളൂ. ഈ പണ്ടും മുതലും സ്വർണ്ണൊക്കെ കൊടുത്ത് മക്കളെ ബാധ്യത തീർക്കണക്കായി എത്രയോ നല്ലതല്ലേ ഓൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അത് നല്ല കൂത്ത്. സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ ഇജ് ഈ വർത്താനൊന്നും പറഞ്ഞു കിട്ടിയല്ല. കൈ അണിയാതെ ഇത് 19 പവൻ വാങ്ങിട്ട് അൽമാറ വെച്ച് കൂട്ടിയില്ലേ? നിക്കിന്റെ കാക്കേ 80 പവൻ തന്നിട്ടാ ഇന്ന് കെട്ടിച്ചയച്ചത് എന്നുള്ളതൊക്കെ നേരെ അമ്മായിയെ. പക്ഷേങ്കിൽ അമ്മായി കരുതും പോലെ ആ സ്വർണം ഇവിടെ ആരും അൽമാറയിൽ വെച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. ഇവിടുത്തെ എല്ലാവരും സമ്മതത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ ആ സ്വർണം മൊത്തം എന്റെ കാക്കാനെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ള സ്വർണ്ണേ അതിന്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. 19 പവൻ തിരിച്ചു കൊടുക്കേ? എന്തൊക്കെ രസിയാ ഈ പറഞ്ഞത്? അപ്പോ അന്റെ സ്വർണം മുതലൊന്നും ഇപ്പോ ഈ വിരലില്ലേ? ഇല്ല താത്ത, ആ സ്വർണം മുതലൊന്നും ഇപ്പൊ ഈ പേരന്റെ ഉള്ളിലില്ല എന്നുള്ളത് കുഞ്ഞോള് പറഞ്ഞത് നേരെ തന്നെയാണ്. ഓലെ കല്യാണ സമയത്തെ 80 പവൻ വാങ്ങി ഓളങ്ങോട്ട് കൊടുന്നു എന്നുള്ളതൊക്കെ നേരാ. പക്ഷേങ്കിൽ അന്ന് ആലോചന വന്ന സമയത്തെ നിങ്ങളെല്ലാരും ആ മുതൽ വാങ്ങിക്കോളിയും വാങ്ങിക്കോളിയും പറഞ്ഞാണ്ട് ഇന്ന് ആരിസിന്റെ എപ്പാനെ നിർബന്ധിച്ച സമയത്ത് നിങ്ങൾ ആരും മുഖത്ത് നോക്കിയിട്ട് അത് വേണ്ടാന്ന് എതിർത്ത് പറയാനുള്ള ധൈര്യം ഇക്കോ ഇവരെപ്പാക്കോ ഉണ്ടായില്ല. എന്തായാലും ആ ഒരു തെറ്റ് വലിയ തെറ്റാന്ന് മനസ്സിലായി കഴിഞ്ഞാല് ഞങ്ങൾ കുഞ്ഞോളെ കൊണ്ട് ആ സ്വർണ്ണത ഓളെ കാക്കാനെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ
നമ്മളെ അമ്മക്കളെ കൊണ്ട് കല്യാണപ്രായമായാലേ ഓലെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണത് ഓൾക്ക് ഹലാലായ ഒരു എണ്ണനും തുണനും കിട്ടാൻ വേണ്ടിട്ടല്ലേ താത്ത. അല്ലാണ്ട് ആരാം പെരയിലുള്ള മുതലും കൂടി നമ്മളെ പെരേക്ക് എത്തിക്കാൻ വേണ്ടിട്ടല്ലല്ലോ. ഇസ്ലാം നിയമപ്രകാരം ഒരു പെണ്ണ് പറഞ്ഞ മഹർ അങ്ങോട്ട് കൊടുക്കാൻ പാകമുള്ളവൻക്കാ പെണ്ണെട്ടാൻ പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. ആ പെണ്ണിന്റെ പിന്നീടുള്ള എല്ലാ ഉത്തരവാദിത്വം നോക്കേണ്ടതേ ആ ആണത്തിന്റെ കടമയാണ്. അതിന് പാകം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോരെ നമ്മളെ ആമക്കളെ കൊണ്ട് നമ്മൾ കല്യാണം കഴിപ്പിക്ക. ഇതിപ്പോ എവിടെയും കേൾക്കാത്ത ഓരോരോ കൂത്തോളാണല്ല. ഇങ്ങളിപ്പോ ചുരുക്കം പറഞ്ഞാല് ധർമ്മകല്യാണം നടത്തി മകളെ ബാധ്യത കണ്ട് തീർക്കാന്നാണ്ട് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ? എന്റെ മോള് എനിക്കൊരിക്കലൊരു ബാധ്യതല്ല മയ്യെ. മുന്നും പിന്നും നോക്കാതെ എനിക്കൊരു തെറ്റുപറ്റി. കല്യാണം നടന്നു കാണാനുള്ള പൂതിയുണ്ട്. ആ തെറ്റ് ഞാനത് തിരുത്താൻ പോവാ. മനസ്സിലായില്ല? മുതല് മോഹിച്ച് വരുന്ന ആർക്കും എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല. അവള് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് അതിന്റെ സമയമാവുമ്പോ അപ്പോ കല്യാണം നടത്താം. ഇനിയിപ്പോ ആ സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നത് വരെ അവളെ കല്യാണത്തിന് ആരും നിർബന്ധിക്കരുത്. അവള് നന്നായിട്ട് പഠിക്കട്ടെ. അതാണ് എന്റെ തീരുമാനം. അല്ല, നമ്മള് കാര്യങ്ങളൊക്കെ ഇത്രയിടം വരെ എത്തിച്ചിട്ട് ഒന്നും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കല്ലേ നല്ലത്. ഇനി 19 പവനൊന്നും ഇല്ലെങ്കിൽ മാണ്ടില്ല, ഒരു 50-60 കൊണ്ട് ഏറ്റുകൂട്ടിയാലും മതി. ഇന്ന് ആലോചിക്കാനൊന്നുമില്ല അമ്മായിയെ. പണ്ടും മുതലും ആഗ്രഹിച്ചു വരണേ ഒരാൾക്കാർക്കും ഞങ്ങളിപ്പോ ഞങ്ങളെ മകളെ വിൽക്കാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങളെ കുട്ടി പഠിക്കട്ടെ. ഓൾക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോ ഓൾക്ക് കല്യാണം വേണമെന്ന് ഓൾക്ക് തോന്നുമല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കണുള്ളൂ. അതുകൊണ്ട് അമ്മായി ഇപ്പോ ആ ചെക്കന്റെ പെരക്കാരോട് കാര്യം പറഞ്ഞാളെ, ഞങ്ങളും വിളിച്ചു പറഞ്ഞോളാം.